നമസ്കാരം. വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ യാത്രകളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ. അതിൽ വളരെ വ്യത്യസ്തമായതും കേരളം ആഹ്ലാദത്തോടെ കണ്ടുനിന്നതുമായ ഒരു കൂടിക്കാഴ്ചയാണ് വി ഡി സതീശനും മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായി എത്തിയിരിക്കുന്ന പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ച. സമീപകാല കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ നിമിഷങ്ങളിൽ ഒന്നാണ് വി ഡി പിണറായി കൂടിക്കാഴ്ച. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സ്ഥാനത്തും ഇരിക്കുന്ന ആളുകൾ പുതുമുഖങ്ങളാണ്. രണ്ടുപേരും നമുക്ക് പുതുമുഖമൊന്നുമല്ലെങ്കിലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ആദ്യമായിട്ടാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നീണ്ടകാല രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവായി ആദ്യമായിട്ടാണ് എത്തുന്നത്. മുഖ്യമന്ത്രിയായിട്ട് പ്രതിപക്ഷ നേതാവാകുന്നു എന്നുള്ള വലിയ അസാധാരണത്വമൊന്നുമില്ലാത്ത കാര്യമാണ്. നേരത്തെ ഒരുപാട് ആളുകൾ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും അടക്കമുള്ള ആളുകളും കരുണാകരൻ നായനാരും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായി പ്രതിപക്ഷ നേതാവാകുന്നു എന്നുള്ള ഒരു കൗതുകം അതിനകത്തുണ്ട്. വി ഡി സതീശനും അതുപോലെ ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ രാഷ്ട്രീയമായി വലിയ നിതാന്ത വൈരം എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ പരസ്പരം പോരടിച്ച രണ്ടുപേരാണ്, പ്രത്യേകിച്ചും അവസാനത്തെ 3 വർഷം. അതിൻ്റെ തുടർച്ചയായി ഭരണത്തിലേക്ക് വരുമ്പോൾ ഒരു തുറന്ന സമീപനം അനിവാര്യമാണ്, പ്രത്യേകിച്ചും തുടക്കകാലത്ത്. രാഷ്ട്രീയമായി പിന്നീട് പലവിധ മാറ്റങ്ങളുണ്ടാകാം. ഈ ദൃശ്യങ്ങൾ നമ്മളെ പലവിധ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ചില ഉത്തരങ്ങൾ ഇന്നത്തെ അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിയുക്ത മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലുണ്ട്. ഡ്രൈവിംഗ് എങ്ങനെയായിരിക്കും? ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചു. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചോ? അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഇനിയുള്ള ശൈലിയാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. ഈ പ്രതികരണത്തിന്റെ ഭാഗമായി തന്നെ വി ഡി സതീശന്റെ പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. മാധ്യമങ്ങളുമായിട്ട് തുറന്ന ജനങ്ങളോട് സംസാരിച്ചിട്ടില്ല ഇതുവരെ. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആലോചനകളും പരിശോധനകളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കേണ്ടത്, അതിനുശേഷം പ്രതികരിക്കുമായിരിക്കും. പക്ഷേ സാധാരണ വിജയത്തിന് ശേഷം നടത്തുന്നത് പോലുള്ള ഒരു പ്രതികരണം കിട്ടാത്തതിൽ അതൃപ്തി പാർട്ടിയിലെ ആളുകൾക്ക് ഇപ്പോഴും, അതിൻ്റെ ഒരു ആകാംക്ഷ, എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ ഇപ്പോഴും ബാക്കിയുണ്ട്. അത് വളരെ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇനിയിപ്പം പ്രതിപക്ഷത്താണ്, അതുകൊണ്ടെല്ലാം സമാധാനത്തിൽ മതി എന്നുള്ള ധാരണയായിരിക്കാം. അതേസമയം ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ഇത്രയധികം പോരടിച്ച സഭയിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിനും ഒക്കെ ശേഷമുള്ള സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. അതിന് പകരം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് 5 വർഷം മുമ്പ് 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോഴുള്ള ഒരു സാഹചര്യമുണ്ട്. അന്ന് മുതൽ പ്രതിപക്ഷം സമ്പൂർണ്ണമായി ഭരണപക്ഷവുമായി അകന്നു നിന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അന്നത്തെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചുകൊണ്ടാണ് അവരന്നത് പിന്നീട് അതിൻ്റെ തുടർച്ച ഓരോ ഘട്ടത്തിലും കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിലും സർക്കാരിൻ്റെ പലവിധ വികസന പ്രവർത്തനങ്ങളിലൊക്കെ പോയത്. അത് ഈ ഭരണത്തിലേക്ക് എത്തുന്നതിനുള്ള ചിന്തയിലേക്ക് പൊതുസമൂഹത്തെ എത്തിക്കുന്നതിന് അവർക്ക് കാരണമായിട്ടുണ്ടാവും വളരെ തീവ്രമായ എതിർപ്പ്. എന്നാൽ അത്
അതിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ തുടക്കത്തിലെ എതിർക്കാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പ്രതിപക്ഷ നേതാവും മുന്നണിയും അതിൻ്റെ നേതാക്കളും പോകും. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കില്ല, അവരെ പോലെ സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തെ പോലെ ബഹിഷ്കരിക്കില്ല, ഞങ്ങളുടേത് വേറൊരു പ്രതിപക്ഷമാണ് എന്ന സന്ദേശം ആദ്യം തന്നെ തന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പ്രതിപക്ഷത്തിന് ഏതു തരത്തിലുള്ള സമീപനമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ പലവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകൾ, നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഉപരോധത്തിനെതിരായ സമരത്തിൽ ഒന്നിച്ച് അണിനിരക്കാത്ത സാഹചര്യമൊക്കെ അന്നത്തെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ അവർ ഭരണത്തിലെത്തുമ്പോൾ അന്ന് ഭരണപക്ഷമായിരുന്ന നേതാക്കളും പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുമ്പം അങ്ങനെയല്ല എന്നുള്ള പ്രഖ്യാപിക്കുന്നുണ്ട്. അതിന് കൂടെ നിൽക്കാനുള്ള ആഹ്വാനവും അതിനുള്ള ആവശ്യവും ഇന്ന് VD സതീശൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് നിയമസഭയിലെ തമ്മിൽ പോര് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ കഴിഞ്ഞ 5 വർഷം നടത്തിയ സമീപനം ആളുകളുടെ മനസ്സിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പുതിയൊരു മുഖം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം നിരന്തരമായി മാധ്യമങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ടാണ് രംഗത്ത് വരിക, നിയമസഭയിലും പുറത്തും. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപക്ഷെ അസാധാരണമായി മറ്റ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദിവസം 2 നേരം വെച്ച് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്ന എന്ന സാങ്കേതിക പദം പറയും. മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന ആളായിട്ട് VD സതീശൻ മാറി. പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടായിട്ടില്ല. പറഞ്ഞത് ആളുകളിലേക്ക് എത്തിക്കാൻ അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോവുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയൻ പുതിയ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇതുവരെ സ്വീകരിച്ച ശൈലി വ്യത്യസ്തമായിട്ടാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഫോർമലായിട്ടാണ് സംസാരിക്കുക. അദ്ദേഹം പോകുന്ന പോക്കിൽ വഴിയിലുള്ള മൈക്കിനോട് സംസാരിക്കുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നിരന്തരമായി ഉണ്ടാകുന്ന അപ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളോട് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകളോട് പ്രതികരിക്കുന്ന ഒരു സമീപനത്തിലൂടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പോകുമോ എന്നുള്ള ഒരു ചോദ്യം. നിയമസഭയിൽ അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത്. നിയമസഭയിൽ ഒന്നാമത്തെ കാര്യം, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകളാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു മടുപ്പുണ്ടാക്കില്ലേ? അതായത് അദ്ദേഹത്തിനെതിരായ ഒരു തെരഞ്ഞെടുപ്പ് വിധി കൂടിയാണ് എന്ന ഒരു വ്യാഖ്യാനം തെരഞ്ഞെടുപ്പിന് നമ്മൾ കൊടുക്കാറുണ്ട്. അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ നയിച്ച ആൾക്ക് ആണ് എന്ന്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഇത്തവണ പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവായി LDF തെരഞ്ഞെടുത്തു, CPM തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന നേതാക്കളുടെ സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. അദ്ദേഹം നിയമസഭയിൽ വരുമ്പോൾ അദ്ദേഹം ആയില്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് കഴിവില്ലാത്തതും വേറെ ആളില്ലാത്തതും ഒക്കെയാണെന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആയില്ലെങ്കിൽ CPM നേരിടാനിടയുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് പിണറായി വിജയൻ ഇത്രയും കാലമുള്ള സമീപനത്തിൽ വ്യത്യസ്തമായി അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതോടൊപ്പം തന്നെ ഇത് മറ്റ് രീതിയിലേക്ക് ഉള്ള മാറ്റമാണെന്നൊക്കെയുള്ള ഇതിനു മുമ്പ് അദ്ദേഹം വരാനിടയില്ല, VD സതീശൻ്റെ ജൂനിയർ ആയതുകൊണ്ട് വരുന്നില്ല എന്നൊക്കെയുള്ള ആഖ്യാനങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അതോടുകൂടി അത് മാറി. രണ്ടാമത്തേത്, ഭരണപരമായ കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളുണ്ടല്ലോ, അത് വോട്ടായില്ല എന്ന് CPM വിലയിരുത്തുമ്പോൾ തന്നെ ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പിണറായി വിജയൻ്റെ സാന്നിധ്യം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണപക്ഷത്തോട് പ്രതിരോധിച്ച് നിൽക്കാൻ എളുപ്പം ആയ സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് വലിയ വീഴ്ച ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി പിണറായി അല്ലെങ്കിലും മറ്റൊരു നേതാവ് ആര്, ഇപ്പോൾ KN ബാലഗോപാലിൻ്റെ പേരൊക്കെയാണല്ലോ ഉപനേതാവായി വരാനിടയുള്ളതായി പറയുന്നത്. അതേസമയം ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധികളെ നേരിടേണ്ടി വരാത്തൊരു സാഹചര്യം കൈവന്നേനെ KK ശൈലജ ടീച്ചറെ പോലെ ഒരാളെ പ്രധാനപ്പെട്ടൊരു മണ്ഡലത്തിൽ, വിജയിക്കുന്ന മണ്ഡലത്തിൽ, ഇപ്പോൾ അവരുടെ നേരത്തെ ഉള്ള മണ്ഡലത്തിൽ തന്നെ മട്ടന്നൂർ തന്നെ മത്സരിപ്പിച്ച് ജയിക്കുമായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ എത്തുമായിരുന്നൊരു സാഹചര്യം. അത് മറ്റു പല അനുരണനങ്ങളും ഗുണപരമായി ഉണ്ടാക്കിയേനെ. അതെന്തായാലും CPMനും LDFനും തിരിച്ചെടുക്കാൻ പറ്റാത്ത നിരാശ നിലവിൽ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതേസമയം പിണറായി വിജയൻ ഉണ്ട്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പരസ്പര പോര് ഏത് മട്ടിലായിരിക്കും നിയമസഭയിലും തുടർന്നും വരിക എന്നുള്ള ആകാംക്ഷ ജനങ്ങളിൽ ഉണ്ട്. മാത്രമല്ല, ഇതുവരെ ഇല്ലാത്തൊരു ശൈലി ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ പിണറായി വിജയൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു CEO ലെവലിൽ സംസ്ഥാനത്തെ കാണുക. അത് കോവിഡ് ഉണ്ടായപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും ഒക്കെ വലിയ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ സമീപനം ഇനി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് ഏത് മട്ടിലാണ് പ്രതിപക്ഷത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ശൈലി കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരാകാംക്ഷ നമ്മുടെ മുമ്പിലുള്ളത്. അതോടൊപ്പം തന്നെ നിരന്തരമായ നേരത്തെ പറഞ്ഞ പോലുള്ള സംവാദങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്. പിന്നണിയിലെ ആളുകൾ, വളരെ ദുർബലമായ പ്രതിപക്ഷം എന്ന് പറയാവുന്ന
വിധത്തിലാണ് 35 അംഗങ്ങളുടെ പ്രതിപക്ഷമാണുള്ളത്. അതിൽ തന്നെ നിയമസഭയ്ക്കകത്ത് വലിയ തോതിൽ വളരെ എക്സെൻട്രിക്കായി പെരുമാറേണ്ട സമയത്തൊക്കെ ഏത് മട്ടിലായിരിക്കും പെരുമാറുക എന്നൊക്കെയുള്ള ആകാംക്ഷയുണ്ട്. അതിനനുസരിച്ചുള്ള ആളുകളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമുണ്ട്. നിയമസഭയിലല്ല പ്രതിപക്ഷത്തിൻ്റെ പകുതിയിലധികം റോള് പുറത്താണ് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ആളുകൾ പുറത്ത് ഇഷ്ടം പോലെയുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രമുള്ള ഒരു പ്രതീതി നിയമസഭയിൽ അടിച്ചു നിൽക്കുന്നു എന്നുള്ള പ്രതീതിയാണ് അവിടെ നടത്തേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു വസ്തുത അവിടെ നിലവിലുണ്ട് എങ്കിൽ പോലും നിയമസഭ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നിരന്തരമായ ഇടപെടൽ ആവശ്യമാണ്. എന്തായാലും ഏറ്റവും വലിയ കൗതുകം ഇത് തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവാകുന്നു, പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ മുഖ്യമന്ത്രിയാവുന്നു. അതോടൊപ്പം തന്നെ രണ്ടുപേരും രണ്ട് സ്ഥാനത്തും ആദ്യമായി ഇരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ഈ കൂടിക്കാഴ്ച അതുകൊണ്ട് തന്നെ വലിയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. ആഭ്യന്തരമായി കോൺഗ്രസിലെയും മുന്നണിയിലെയും പ്രധാനപ്പെട്ട നേതാക്കളെയും എല്ലാം വി ഡി സതീശൻ കാണുന്നുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് പ്രധാനം. ഈ കൂടിക്കാഴ്ച പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് എത്തിയത് 10 വർഷം മുമ്പ് സമാന സാഹചര്യത്തിൽ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയതാണ്. ആ 5 വർഷം ഉമ്മൻചാണ്ടിയുമായി നിരന്തരം യുദ്ധം ചെയ്ത CPM നേതൃത്വം മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ കാണാനാണ് പോയത്. അന്ന് VS അച്യുതാനന്ദനുള്ള കാലമാണ്. ആഭ്യന്തരമായി CPMലെ സംഘർഷവുമായി ചേർത്തിട്ടാണ് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ കൂടിക്കാഴ്ചയെ മാധ്യമങ്ങൾ വിശകലനം ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ വി ഡി സതീശൻ അത്തരത്തിലുള്ളൊരു പ്രതിരോധം തീർക്കേണ്ട സാഹചര്യമില്ല. മുഖ്യമന്ത്രി ആയിരുന്ന ആളെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം തന്നെ ഉണ്ടായി. അവർ ഒരുമിച്ച് പ്രവർത്തിക്കും എന്ന് നമുക്ക് മുന്നിലേക്ക് ഒരു വാഗ്ദാനം കൂടി നൽകി. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുക. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.